ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ നമ്മുടെ S3 ECയുടെ സിലബസിൽ വരുന്ന KTU 2024 സ്കീമിലെ S3 ECയുടെ സിലബസിൽ വരുന്ന അനലോഗ് സർക്യൂട്ട്സ് എന്നുള്ള ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ RC ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മെയിൻ ആയിട്ട് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആൾറെഡി നമ്മൾ RC ഡിഫറൻഷിയേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം, അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ, ഇൻപുട്ട് വേവ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ടിൽ കിട്ടുക, പിന്നെ ഏത് കണ്ടീഷനിലാണ് ഹൈ പാസ് ഫിൽട്ടർ ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ RC ഡിഫറൻഷിയേറ്റർ വിത്ത് R is equal to റെസിസ്റ്റൻസിന്റെ വാല്യൂ 10K ആണ്, കപ്പാസിറ്റൻസിന്റെ വാല്യൂ 0.1 മൈക്രോ ഫാരഡ്, C is equal to 0.1 മൈക്രോ ഫാരഡ്, എ റാമ്പ് ഇൻപുട്ട് വോൾട്ടേജ് Vin of t. ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു റാമ്പ് ഇൻപുട്ട് ആണ്. ആ റാമ്പ് ഇൻപുട്ടിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 5T വോൾട്ട് ഈസ് അപ്ലൈഡ്. അതിലേക്ക് നമ്മൾ റാമ്പ് ഇൻപുട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് എക്സ്പ്രഷൻ V out of t for t greater than 0. ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ ആണ് നമ്മളോട് മെയിൻ ആയിട്ടും ചോദിച്ചിട്ടുള്ളത്. സോ RC ഡിഫറൻഷിയേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രം നമുക്ക് അറിയാം. സോ നമുക്കൊരു ഇൻപുട്ട് വേവ് ഫോം ഉണ്ട്. ആ ഇൻപുട്ട് വേവ് ഫോം ഈ ഒരു കേസിൽ എന്താണ്, റാമ്പ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. 5T ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളൊരു ഡിഫറൻഷിയേറ്ററിലേക്ക് അപ്ലൈ ചെയ്യാണ്. സോ ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഉണ്ട്. സോ ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.1 മൈക്രോ ഫാരഡ് ആണ് കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് R is equal to 10 കിലോ ഓം ആണ്. 10 കിലോ ഓം ആണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ. അപ്പൊ നമ്മളിവിടെ ഔട്ട്പുട്ട് എടുക്കുന്ന ഏതിന് അക്രോസ് ആണ്? റെസിസ്റ്ററിന് അക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇനി ഇൻപുട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ VI ആണ് നമ്മുടെ ഇൻപുട്ട്, VI of t ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി ആൾറെഡി നമ്മൾ ഡിഫറൻഷിയേറ്റർ പഠിച്ച സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ നമുക്ക് അറിയാം. സോ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് is equal to R into C into d by dt of Vin of t. d by dt of എന്താണ്? Vin of t. That means output is the derivative of the input. Output is proportional to the derivative of the input എന്ന് നമുക്ക് അറിയാം. നമ്മളോട് ചോദിച്ചത് ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ അല്ലേ? അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? R into C into d by dt of Vin of t ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇതിൽ R ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 10K ആണ്. സോ 10 into 10 raised to 3, 10K into R into C. C എത്രയാണ്? 0.1 മൈക്രോ ഫാരഡ്. That means 0.1 into 10 raised to minus 6. 0.1 into 10 raised to minus 6. d by dt of Vin of t. അപ്പൊ d by dt of എന്ത് വരും? d by dt of 5T വരും. d by dt of Vin of t എന്താണ്? 5T ആണ്. സോ 10 into 10 raised to 3 into 0.1 into 10 raised to minus 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 10 raised to minus 3 വരും അല്ലെ? 10 raised to minus 3 വരും. into d by dt of 5T. ഇപ്പോൾ 5Tനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 5 വരും. സോ നമുക്ക് എന്ത് കിട്ടും? 5 മില്ലി വോൾട്ട് എന്ന് കിട്ടും. 5 മില്ലി വോൾട്ട് ഔട്ട്പുട്ടിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ നമ്മൾ റാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഡിഫറൻസിയേഷൻ ആണ്. റാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് കിട്ടുക. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ എന്താണ്? 5 മില്ലി വോൾട്ട് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, 5 മില്ലി വോൾട്ട് ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഡയറക്റ്റ് ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ തന്ന വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, സോ നമ്മൾ RC ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞ ടോപ്പിക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്തത്. സോ ഇതുപോലത്തെ സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.